വെൽക്കം ബാക്ക് ടു വൺലെസ് ക്യാസ. കുറച്ച് ദിവസം മുന്നേ ഞങ്ങൾ ബ്രോക്കലി വാങ്ങിയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടൊരു സൂപ്പ് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് ആ സൂപ്പിൻ്റെ റെസിപ്പി കാണാം. സോ പോകാം വീഡിയോയിലേക്ക്. കോളിഫ്ലവറിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന അധികം നമ്മൾ ഉപയോഗിക്കാത്ത ഒരു പച്ചക്കറിയാണ് ബ്രോക്കലി. വൈറ്റമിൻസ്, മിനറൽസ്, കാൽഷ്യം, ആൻറ്റിഓക്സിഡൻസ്, ഫോളിക് ആസിഡ് എന്നിവയുടെ ഒരു കലവറ തന്നെയാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉണ്ട്. ക്യാൻസറിനെ പ്രതിരോധിക്കാനും അമിതഭാരം കുറയ്ക്കാനും ഇവ ഉപയോഗിക്കാറുണ്ട്. സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് മഷ്റൂം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 400 ഗ്രാമോളം വരും. ചെറുതായി അരിഞ്ഞതാണ്. ബ്രോക്കലി 400 ഗ്രാം, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതാണ്. സവോള 2 എണ്ണം ചെറുതായി അരിഞ്ഞത്. വെളുത്തുള്ളി 4 അല്ലി ചെറുതായി കഷ്ണമാക്കിയത്. ബ്രോക്കലിയുടെ ആ മേളത്തെ ഭാഗം കടിക്കാൻ നല്ലൊരു ടേസ്റ്റ് അല്ലേ, അപ്പോൾ അതുകൊണ്ടൊരു 100 ഗ്രാം അതെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗം മാത്രം ചെറുതായി കൊത്തി അരിഞ്ഞത്. പാൻ നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരുന്ന ആ സവോളയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. സവോള ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക, അല്ലെങ്കിൽ അത് മൂത്ത് പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ സൂപ്പിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. സവോള നല്ലവണ്ണം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മഷ്റൂമും വലുതായി അരിഞ്ഞ് വെച്ചിരുന്ന ബ്രോക്കലിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ പെപ്പർ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവനുസരിച്ച് ഞാൻ 1 ടീസ്പൂൺ ഓളം പെപ്പർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ പച്ചക്കറി ഒന്ന് നികന്ന് കിട്ടാൻ വേണ്ടി മാത്രം മതി. ഇനി ഒരു 10 മിനിറ്റോളം അടച്ച് വെച്ച് വേവിക്കാം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു ബ്ലെൻഡർ എടുത്തിട്ട് ഈ പച്ചക്കറി മാത്രമായിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്ത മിക്സാണിത്. ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം ചേർത്താണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നത്. ഞാൻ ആ വെന്ത വെള്ളത്തിലേക്ക് തന്നെ ആ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതൊന്ന് കുറുകണം. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ആ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലപോലെ ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് കോരിയിടാനുള്ള മിക്സ് പ്രിപ്പയർ ചെയ്യാം. അതിനായി പാൻ ചൂടായപ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തൊന്ന് മെൽറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ് വെച്ചിരുന്ന ബ്രോക്കലി പീസസും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ല ഫ്രൈ ആയിട്ടാണ് കിട്ടേണ്ടത്, എന്നാലേ നമുക്ക് കടിക്കാൻ കിട്ടുന്ന പോലെ ആ ഒരു ഫീല് കിട്ടുകയുള്ളൂ. ബ്രോക്കലി ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മഷ്റൂമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കണം. ഫ്രൈ ചെയ്ത പീസസ് നമ്മുടെ സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ ബ്രോക്കലി സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ടേസ്റ്റ് ഒന്ന് കൂട്ടാനായിട്ട് 1 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ആ വറുത്ത് കോരി വെച്ച പീസസും കൂടി ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. ചീസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സൂപ്പ് അടിപൊളിയായിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നമ്മുടെ കമൻറ്റ് സെക്ഷനിലോ അല്ല ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് വഴിയോ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച 2 മണിക്ക് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ടേക്ക് കെയർ.